ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനി എന്ന മൂവിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ, നസ്രിയയുടെ ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ മൂവിയാണ്. കൂടാതെ തന്നെ MC ജിതിൻ, സമീർ താഹിർ പ്രൊഡ്യൂസ് ചെയ്ത്, കൂടാതെ തന്നെ ഷിജു ഹിയായത്ത്, AV അനൂപ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ്. അതുപോലെ സ്ക്രീൻ പ്ലേ ലിമിൻ TB ആണ്. എഡിറ്റർ ചെമ്മൻ ചാക്കോ തുടങ്ങിയവരാണ്. അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ, നസ്രിയ, ദീപക്, സിദ്ധാർത്ഥ്, അഖില, പൂജ, മെറിൻ തുടങ്ങിയവരൊക്കെ തന്നെയാണ്. ആദ്യം തന്നെ മൂവിയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് കിടക്കാം. മൂവിയുടെ പോസിറ്റീവ് സൈഡ്സായിട്ട് ഞാൻ കാണുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവിയുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് വെർഷനായിട്ടാണ് മൂവിയുടെ കഥ പറഞ്ഞു പോകുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതാണ് മൂവിയുടെ ഒരു പോസിറ്റീവ് സൈഡ്സായിട്ട് എനിക്ക് തോന്നിയ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ്. ആ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതായത് നസ്രിയ നസീം ഒരു വീട്ടമ്മയാണ്. ഒരു വീട്ടമ്മയുടെ വീക്ഷണ പാഠവത്തിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കേസ് സോൾവ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കാസ്റ്റിങ് പക്കയായിരുന്നു. അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വലിയൊരു സംഭവം ആയ ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. എന്നാൽ ഒരു എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയാണെന്ന് വെച്ചാൽ അതുമാണ്. ഒരു ടിപ്പിക്കൽ മൂവി എന്ന് തന്നെ പറയാം. ഇനി എൻ്റെ നെഗറ്റീവ് സൈഡ് പറയാം. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ലാഗ് അടിച്ച് ബോറടിച്ചു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് കുറച്ചുകൂടി എൻഗേജിങ് ആക്കാൻ സിനിമയ്ക്ക് സാധിച്ചത്. അതാണ് ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ്സ്. ഒരു നെഗറ്റീവ് സൈഡ്സായിട്ട് എനിക്ക് തോന്നിയ കാര്യം. കൂടാതെ തന്നെ സിനിമ ഒരുപാട് അങ്ങോട്ട് അവിടെ ഇവിടേക്കൊരു ഫസ്റ്റ് ഹാഫിൽ ചുമ്മാ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടെന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് നെഗറ്റീവ്. പിന്നെ മ്യൂസിക് പാട്ടുകളൊക്കെ വളരെ കുറവായിരുന്നു സിനിമ. പിന്നെ എടുത്ത് പറയാൻ പറ്റിയൊരു നായകൻ സിനിമയിലില്ലായിരുന്നു. അതൊക്കെയാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ കയറുന്ന സമയത്ത് നമ്മൾ ടിപ്പിക്കലായിട്ട് പ്രതീക്ഷിച്ചൊരു കഥ ഉണ്ടാവും ട്രെയിലറൊക്കെ കണ്ടിട്ട്. പക്ഷെ അതൊന്നും അല്ല സിനിമ എൻ്റയർലി ഡിഫറെൻ്റാണ്. തുടക്കം പോലെ അവസാനം വരെ ചെറിയ തോതിലുള്ള കൗതുകവും സസ്പെൻസും ഒക്കെ ആകാംക്ഷയൊക്കെ സിനിമ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ, ആദ്യ പകുതി നല്ല രീതിയിൽ ലാഗ് തരികയും, പിന്നെ ആദ്യ പകുതിയിൽ തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത്. അതും 3/4 മണിക്കൂറിന് ശേഷം. സിനിമയുടെ 3/4 ഭാഗം പിന്നിടുമ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ തിരക്കഥയ്ക്ക് കെട്ടുറപ്പില്ലെന്നും കാണുന്ന നമുക്ക് തോന്നാം. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഇതൊരു കഥ മേക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. സെക്കൻഡ് ഹാഫിലേക്കുള്ളൊരു കഥ മേക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു സംവിധായകൻ. അതിൻ്റെ ഇതാണ് തിരക്കഥാകത്ത് സംവിധായകനും ചേർന്ന് പ്രേക്ഷകരെ നമ്മളൊന്ന് പറ്റിക്കാൻ ശ്രമിച്ച് സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ആകസ്മികമായ ആശംസ നിറഞ്ഞൊരു ഗെറ്റപ്പ് കൊണ്ടാണ് അവർ ചെയ്യിച്ചത്. ഒരുപാട് കുറ്റാന്വേഷണ സിനിമകൾ കണ്ട് പരിചയമുള്ള നമുക്ക് ഇതിലൊരു ആരായിരിക്കും കുറ്റവാളി അല്ലെങ്കിൽ ആരാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു അതറിയാൻ പറ്റിയത് ഒരു ഞെട്ടിക്കലോട് കൂടി തന്നെയാണ്. അതാണ് ഈ സിനിമയുടെ വേറൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ നസ്രിയയും ബേസിൽ ഒന്നിക്കുന്ന എന്ന ഹൈലൈറ്റാണ് ഈ മൂവിക്ക് ഉള്ളത്. അവർ രണ്ടുപേരുമായി നിറയെ തമാശകളും ഉണ്ടാകുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് കരുതുന്നത്. എന്നാൽ അവർക്കിതിൽ അധികമുള്ളൊരു തമാശ അവർക്കിടെ സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും നല്ല സീരിയസ് കഥാപാത്രമാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. പിന്നെ നസ്രിയുടെ കൂട്ടായി അഖില ഉണ്ട്, പൂജാമോഹൻ തുടങ്ങിയവരും ഉണ്ട്. അങ്ങനെ ഒരു ടിപ്പിക്കലായ ഒരു കുറ്റാന്വേഷണ കഥ തന്നെയാണിത്. ഇനി ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ സിനിമ കാണാനും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളൂ, വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.